നമ്മുടെ നാട്ടിലെ ഒരവസ്ഥയാണ്. എല്ലാ വണ്ടികൾക്കും ഇൻഷുറൻസ് ഉണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരെയുണ്ട്. ഈ ഇൻഷുറൻസ് ഉള്ളപ്പോൾ ഒരു അപകടം ഒന്ന് തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ തെറിയോട് തെറി അഭിഷേകം. ഒന്ന് തട്ടിയതിന് തെറി അഭിഷേകം, ചീത്ത വിളി, അട്ടിക്കാൻ ചെല്ലൽ. ഇത് ശരിയാണോയെന്ന് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ കൈവശം ഇൻഷുറൻസിൻ്റെ രേഖകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരെ ചീത്ത വിളിക്കേണ്ട കാര്യം? മിസ്റ്റേക്ക് പറ്റാത്തതായിട്ടുള്ള ആൾക്കാർ ആരുമില്ല. അപ്പോൾ ചിലപ്പോൾ വണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ തട്ടിയതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ബ്രേക്ക് കിട്ടാണ്ട് തട്ടിയതായിരിക്കാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയില്ല, സാധാരണ നിലയ്ക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇൻഷുറൻസ് മേടിച്ച് വെച്ചിരിക്കുന്നത്? ഒരാളിനെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ്? ഇൻഷുറൻസ് അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അയാൾക്ക് പൈസ കൊടുത്തിടും. നിങ്ങളതിനെ മറ്റാളെന്നെ ചീത്ത വിളിക്കുകയോ ഇങ്ങനെ തെറി വിളിക്കുകയോ അഭിഷേകം നടത്തുകയോ ഒന്നും ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് മറ്റാൾക്ക് ക്ലെയിം ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളതിനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നടു റോഡിൽ ഇതുപോലെ ചീത്ത വിളി നടത്തുന്നത് ശരിയാണോയെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര റെസ്പെക്റ്റായിട്ടാണ് ഒരാളോട്. ഇപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മറ്റാളെ വിളിച്ച് അതിന് റെസ്പെക്റ്റോട് പറഞ്ഞ് ഇത് അതിനനുസരിച്ച് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നടു റോഡിൽ ചീത്ത വിളിക്കുന്നത് ശരിയാണോ എന്ന് എപ്പോഴും ചിന്തിക്കുക. നിനക്ക് ഒതുക്കി നിർത്തായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്നാ ചെയ്യണമായിരുന്നു? സ്കൂളിൽ കൂടെ പറക്കണമായിരുന്നോ? നിനക്ക് നിന്റെ കെട്ടിയോട് ഇന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടം ഒരു കാര്യമില്ല. അത് കേസാക്കാം. നഷ്ടപ്പെട്ട് തരികയല്ല. 5 പൈസ തരികയല്ല. നീ കേസയച്ചോ? നിന്റെ കെട്ടിയോടെ ചെന്ന് വിളിക്കാം. നിന്റെ കെട്ടിയോടെ ചെന്ന് വിളിക്കും. പോയി ചെല്ലുന്നേ പോയി കൂറി നാറി ചാടി ചവിട്ടിയതാ. അന്നേരം ഒരു ലോറി ഇങ്ങോട്ട് വന്നു. ഉമ്മ പൂപ്പിട്ട് തെറി പറഞ്ഞോണ്ടിരിക്കുക. ഓടി നിന്റെ ആൾക്കാർ നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ വീട്ടിൽ ചെന്ന് പറഞ്ഞ കേസാക്കാം. നിനക്ക് അപ്പനില്ലാത്തോണ്ടല്ലേ? എനിക്ക് അപ്പനുണ്ട്. ഉണ്ടെങ്കിൽ നീ നാളെ മേടിച്ച് അങ്ങോട്ട് ഇടുന്നേ. ബാക്കിയുള്ളവന്റെ മുതുകത്തേടി എന്നാ കയറാൻ പറ്റും.